1994 അമേരിക്കൻ മണ്ണിൽ അസ്തമിച്ച ഒരു പോരാട്ടത്തിന്റെ ബാക്കിപത്രം. 28 വർഷങ്ങൾക്കിപ്പുറം അതേ അമേരിക്കൻ മണ്ണിൽ ഒരു മകൻ എഴുതി ചേർക്കുമ്പോൾ അത് ചരിത്രമാവുകയാണ്. വർഷം 1994. അമേരിക്കൻ ലോകകപ്പ് വേദി. നോർവേയുടെ മധ്യനിരയെ നെഞ്ചുറപ്പോടെ നയിക്കാൻ ഒരു 22-കാരൻ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മെക്സിക്കോയ്ക്കും ഇറ്റലിക്കുമെതിരെ നോർവേയുടെ കളിമെനഞ്ഞ മൈതാന നാവികൻ. എന്നാൽ ഫുട്ബോൾ ചരിത്രം കണ്ട ഏറ്റവും വിചിത്രവും ദാരുണവുമായ ഗ്രൂപ്പ് ഘട്ടത്തിനായിരുന്നു ആ ലോകകപ്പ് സാക്ഷ്യം വഹിച്ചത്. ഗ്രൂപ്പ് ഇയിലെ 4 ടീമുകൾക്കും, അതായത് മെക്സിക്കോ, അയർലൻഡ്, ഇറ്റലി, നോർവേ എന്നീ ടീമുകൾക്ക് 4 പോയിന്റ് വീതം ലഭിച്ചു. ഒടുവിലടിച്ച ഗോളുകളുടെ എണ്ണത്തിലെ നേരിയ വ്യത്യാസത്തിൽ നോർവേയ്ക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തേക്ക് പോകേണ്ടി വന്നു. ആൽഫിംഗെ ഹാലണ്ടിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾ അവിടെ കരഞ്ഞു തീർന്നു. എന്നാൽ കാലം അതിന്റെ നിയോഗം കാത്തുവച്ചിരുന്നു. 28 വർഷങ്ങൾക്ക് ശേഷം നോർവേ വീണ്ടും തങ്ങളുടെ പായ്ക്കപ്പലുകളുമായി ലോകകപ്പിന്റെ വലിയ വേദിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അമേരിക്കൻ മണ്ണിൽ പണ്ട് തന്റെ യാത്ര എവിടെയാണോ അവസാനിച്ചത്, അതേ മണ്ണിലെ ലോകകപ്പ് സ്റ്റേഡിയത്തിലേക്ക് ആൽഫിംഗെ ഹാലണ്ട് വീണ്ടും എത്തി. പക്ഷേ ഇത്തവണ ബൂട്ടിട്ട് മൈതാനത്തിറങ്ങാനല്ല, മറിച്ച് ഗാലറിയിൽ ഒരു സാധാരണ ആരാധകനായി ഇരിക്കാൻ. കാരണം അന്ന് താൻ അണിഞ്ഞ അതേ നോർവീജിയൻ ജേഴ്സിയിൽ പുറകിൽ അതേ ഹാലണ്ട് എന്ന പേരെഴുതി ഇന്ന് മൈതാനത്ത് വിസ്മയം തീർക്കുന്നത് മറ്റാരുമല്ല, അയാളുടെ സ്വന്തം മകൻ എർലിംഗ് ഹാലണ്ട്. അന്ന് ഗ്രൂപ്പ് ഘട്ടത്തിലെ നേരിയ വ്യത്യാസത്തിൽ അച്ഛന് നഷ്ടമായ നോക്കൌട്ട് ടിക്കറ്റ് ഇന്ന് മകൻ തന്റെ ബൂട്ടുകളുടെ കരുത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നു. എതിർകോട്ടകളെ വിറപ്പിക്കുന്ന ഗോൾ വേട്ടക്കാരൻ എർലിംഗ് ഹാലണ്ട് നോർവേക്കായി വലകുലുക്കി. ആ ഗോളിലൂടെ നോർവേ ഗ്രൂപ്പ് ഘട്ടം കടന്ന പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. മകൻ ചരിത്രം കുറിക്കുന്നത് ഗ്യാലറിയിലിരുന്നു കണ്ട ആൽഫ് ഹാലണ്ടിന്റെ കണ്ണുകൾ ഒരു കടൽ പോലെ ഇരമ്പുകയായിരുന്നു. അത് കേവലം സന്തോഷക്കണ്ണീരായിരുന്നില്ല, മറിച്ച് 28 വർഷത്തെ കാത്തിരിപ്പിന്റെയും ഒടുവിൽ തന്റെ ചോര തന്നെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെയും അഭിമാനത്തിന്റെ പ്രകമ്പനമായിരുന്നു.